ചേച്ചി നമുക്ക് എന്ത് വിഭവം ഉണ്ടാക്കി തരാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടംപുളി ഇട്ട് എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ഛനിപ്പം ഇല്ല എൻ്റെ കൂടെ. അച്ഛൻ രാവിലെ നമ്മൾ ചുമ്മാ ഒക്കെ ഇരിക്കുമ്പോൾ നിനക്ക് ഷൂട്ടൊന്നും എല്ലാം ഉണ്ടോ ഓളെ? ഇല്ല അച്ഛാ, എന്നാൽ നല്ല മീൻ വാങ്ങിച്ചു തരട്ടെ, കുറച്ച് കുടംപുളി ഇട്ട് മീൻ കറി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ അച്ഛൻ പോയതിന് ശേഷം ഞാൻ അധികം അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാം. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചേച്ചി അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിന് തട്ടുന്ന ഒരു കാര്യം വെച്ചാൽ ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്ന അച്ഛന്റെ ഓർമ്മകൾ ചേച്ചി ഇതുകൊണ്ട് അതിനുശേഷം ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്ക് വേണ്ടി ചെയ്യാണ് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ വേദിക്കിന് വേണ്ടി. 2-3 വർഷമായിട്ട് ഞാനതങ്ങ് ഉണ്ടാക്കാറില്ല. അത് ഉണ്ടാക്കുന്നത് അച്ഛനായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പോൾ അച്ഛനിങ്ങനെ എപ്പോഴും പറയും, മോളെ അത് നീ അച്ഛന് ഉപ്പും പുളിയൊക്കെ ഇച്ചിരി കയറി നിൽക്കണം. അപ്പോൾ അച്ഛനത് ഉണ്ടാക്കുമ്പോൾ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ നീ ചാറ് കുറച്ച് കൊണ്ടുവന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പിറ്റേ ദിവസം ചോദിക്കും, നീ ഒന്നും ഉണ്ടാക്കത്തില്ലേ, നീ ചമ്മന്തി അരച്ചുകൊണ്ട് പോകാന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ചോദിക്കാനൊന്നും അങ്ങനെ പിന്നെ ഞാനത് ചെയ്യാറില്ല. അത് ഭയങ്കര. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച അച്ഛന് ഇഷ്ടമുള്ള കുടംപുളി അച്ഛന് ഇഷ്ടമാവട്ടെ, എവിടെ കാണട്ടെ, വലിയ സന്തോഷം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പാചക പണിമന തുടങ്ങാൻ പോവുകയാണ്. Milma presents Fira Foods Celebrity Kitchen Magic Season 3. Powered by KSFE, Amrutaveni and നമ്മുടെ രാമചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് അതിഥിയായി എത്തിയ ചേച്ചി തന്നെയാണ് നമുക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. പൊതുവെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഇതാണ് ഈ കുടംപുളി ഇട്ട മീൻകറി, കോട്ടയം സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന തരം. അപ്പം നമുക്ക് അതാണ് ഇന്ന് ഞാനിവിടെ വെക്കുന്നത്. അച്ഛന് ഇഷ്ടമുള്ള ഒരു മീൻകറി ആയിരുന്നു ഇതെന്ന്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടംപുളി ഡയറക്റ്റ് ആയിട്ട് ഇടുവല്ല, കഴുകി വെച്ചേക്കുന്ന കുടംപുളി വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഒഴിക്കുക. പിന്നീട് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ചെറിയ ഉള്ളി, സവാള ഉപയോഗിക്കാറില്ല, തക്കാളി ഇടും ചിലത്, ഞാൻ ഇടാറില്ല. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് മൂന്നും നീളത്തിലരിഞ്ഞതാണ്. ഈ നീളത്തിലരിഞ്ഞത് നമുക്ക് വഴറ്റാനുള്ളതാണ്. ബാക്കി മസാലപ്പൊടിയെല്ലാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും വെച്ചിട്ട് മസാലപ്പൊടി അരയ്ക്കും. ഓക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവയും കടുകും ഞാൻ പൊടി എടുക്കാറില്ല, നമ്മളിതിനകത്തോട്ട് ഇടുക ചെയ്യും ആദ്യം. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം വെളിച്ചെണ്ണയിലാണ് മീൻ എല്ലാം, എൻ്റെ എല്ലാ പരിപാടിയും വെളിച്ചെണ്ണയാണ്. നിങ്ങൾ വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്ന് പൊട്ടിക്കോട്ടെ. ഇത് ഒന്ന് കടുക് പൊട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇട്ടത്. ചെറിയ ഉള്ളി കുഞ്ഞ് നീളത്തിൽ, എല്ലാം നീളത്തിലാണ് അരിയുന്നത് കേട്ടോ. നീളത്തില് വെളുത്തുള്ളി, നീളത്തില് വെളുത്തുള്ളിയേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇഞ്ചി. കണ്ട് പഠിച്ചതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വഴറ്റുന്ന സമയത്ത് നമുക്കൊന്ന് അരയ്ക്കണം. അരപ്പ് അരയ്ക്കാൻ എടുത്തോട്ടെ. ഒരു 4 ഒരു കൈത്തിട്ടമാണ് എനിക്ക്. ഒരു 4-4.5 സ്പൂൺ എടുത്തേ. 1 സ്പൂൺ മല്ലിപ്പൊടി മതി. മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അതെ, 1 സ്പൂൺ. കുറച്ച് കുരുമുളക് പൊടി, ഞാൻ കുറച്ച് കുരുമുളക് ഇടും. എന്ത് ചെയ്യാം, കുറച്ച് ചെറിയ ഉള്ളി വേണം. ഇതൊരു 4-5 എണ്ണം കട്ട് ചെയ്യണം. രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരാണ്. സഹായം വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. പോരെ, ഇളക്കാന്ന് പറഞ്ഞ ആളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. കുറച്ചുകൂടി ഉള്ളി വേണം. ഇളക്കാന്ന് പറഞ്ഞ ആളെ ഉള്ളി ഞാനൊന്ന് പോയിട്ട് വരട്ടെ. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 ഞങ്ങളിങ്ങനെ തുടങ്ങി. ധാരാളം പേര് ഇങ്ങനെ പാചകം ചെയ്യാൻ തയ്യാറുണ്ട്. പക്ഷെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് പാർവതി ചേച്ചിയാണ്. ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ അരയ്ക്കാൻ കൂടെ ചെറിയ ഉള്ളി ചേർക്കും. ഇതിനകത്തും ഇഞ്ചി ചേർക്കും കുറച്ച്. ഇതിനകത്ത് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഒരു വെളുത്തുള്ളി ഇടും. എന്നിട്ട് ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് നല്ലപോലെ അരയ്ക്കണം. അപ്പൊ ഇത് പാട്ട് പാടിയിട്ടാണോ നിങ്ങൾ അരയ്ക്കുന്നത്? അരച്ചിട്ട് പാട്ട് പാടും.
ഇതാണ് കാരണം ആരും ഏറ്റവും കൂടുതൽ ചോദിച്ചില്ല. സഹായിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പാട്ട്. ഓക്കെ. ഏരിക്കரை പൂങ്കാற்றേ നീ പോര വഴി തെങ്കിഴക്കോ തെങ്കിഴക്ക് വാസമല്ലി എന്നെ തേടി வரத்தூத சொல்லு ஏரிக்கரை பூங்காற்றே நீ போற வழி தெங்கிழக்கோ தெங்கிழக்கு வாசமல்லி உன்னை தேடி வரத்தூதி சொல்லு. ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ച അതെ ഞാൻ അതിന് ഞാൻ പിന്മാറി. കാരണം ഞാൻ ഇതിന് സഹായിക്കാൻ ചെല്ലുമ്പോ എന്നെ ഭയങ്കര കുറ്റപ്പെടുത്താം. അത് കഴിഞ്ഞു ആരാ ദിവ്യ കുറ്റപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ എന്റെ പാർവതി ചേച്ചി ഒരു സപ്പോർട്ട് പോലും ചെയ്തില്ല. അയ്യോ ഞാനോ? അയ്യോ മാറുന്നില്ല. അപ്പൊ ശരി, അപ്പൊ ശരി. അത് പോയിട്ട് അടുത്ത ടീമിനോട് വരാൻ നമ്മുടെ അടുത്ത ടീം ഓക്കെ. താങ്ക് യു സോ മച്ച്. ഫാന്റാസ്റ്റിക് താങ്ക് യു സോങ്. താങ്ക് യു ടേസ്റ്റിയാൻ വിളിക്കാം. ഓക്കെ ശരി. ഉള്ളി വഴണ്ടതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. നല്ല മണമൊക്കെ നല്ല മണം വരുന്നുണ്ട്. ആണോ? കൊടംപുളിയുടെയും കൊടംപുളിയോ? എല്ലാം നല്ല മണം വരുന്നു. ആണോ? ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ. ഒത്തന്റിക് കേട്ടാ ചട്ടിയും കേട്ടോ. ദീപ ചേച്ചിയുടെ ഈ റെസിപ്പി ഒന്ന് ചോദിച്ചു പഠിക്കണേ. നമുക്ക് ഏതെങ്കിലും എപ്പിസോഡിൽ ചെയ്യാം. ഇതേപോലെ കോപ്പി അടിച്ചിട്ടോ. നിങ്ങൾ പുതിയ ഡിഷാ ചെയ്യേണ്ടത്. നമ്മൾ പേര് മാറ്റിയ പോലെ നമുക്ക് പേര് മാറ്റിയില്ലെങ്കിലും അങ്ങ് ഇട്ടാ പോരെ? പേര് മാറ്റിയിടും. ഞങ്ങൾ സ്പെഷ്യൽ. ഞങ്ങൾ സ്പെഷ്യൽ അല്ല, പുതിയൊരു ഐറ്റം. പാർവതി ചേച്ചി സ്പെഷ്യൽ. പക്ഷെ നല്ല മണം ഇല്ലേ? അതെ, നല്ല ആ മണം കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ആണോ? ആ കുറച്ചൊന്നും വരളണം. നല്ലപോലെ ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ വഴണ്ട് വരണം. ചേച്ചി ഇത് നമ്മൾ 2-3 ദിവസമൊക്കെ ചൂടാക്കി എടുക്കാൻ പറ്റുമോ? എന്തോ ചൂടാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ദിവസം ഇരിക്കും. ഇരിക്കും അല്ലേ? നമ്മളൊക്കെ ഒരു ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ കുറെ ദിവസം ഇരിക്കും. എസ്പെഷ്യലി തന്നെ ഈ പുളിയിട്ട് മീൻകറി അടുത്ത ദിവസം കഴിക്കണം. എന്തോ അടുത്ത ദിവസം കഴിക്കണം. ആ പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇച്ചിരി നല്ല കപ്പയും ഇതുമായിട്ട്. എന്താണ് ഞങ്ങൾ ഇതിന്റെ മണം പിടിച്ചെടുത്ത് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ആകുമ്പോ വിളിച്ചാ പോരെ. ഓക്കെ ശരി. ഒന്ന് നല്ലുള്ളി പന്നന്റെ എണ്ണ വിട്ട് വരുന്ന കണ്ടോ? ഇത് കണ്ടോ? ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങിയ കണ്ടോ? അത് കറിവേപ്പിലൊക്കെ ഇങ്ങനെ എണ്ണയുടെ ഒരു തെളിഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ? കിട്ടിയോ? ഇനിയാണ് നമ്മള് അല്ലേ കൊടംപുള്ളിയുടെ വെള്ളം ഒഴിക്കട്ടെ. ആ ഇവരെത്തിയല്ലോ. അപ്പൊ ഐശ്വര്യമായിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നല്ല അരപ്പിന്റെ ഒക്കെ നല്ല അല്ലേ? അതെ, സത്യം സത്യം. എണ്ണ തെളിഞ്ഞ് അതിലേക്ക് ഇനി കുടംപുളിന്റെ വെള്ളം കൊടംപുള്ളിയുടെ വെള്ളം ഒഴിക്കുവാണ്. സാധാരണ ഞാൻ വെള്ളം കൊടംപുള്ളിയുടെ തിളപ്പിച്ച ആ വെള്ളം ഒഴിക്കാറ്. ചേച്ചി നമ്മൾക്ക് അങ്ങനെ പുളിയല്ലേ ഇടുക? അത് കുറച്ചേരം ഇട്ട് വെച്ചിട്ട് എടുക്കണോ അല്ലേ? തിളപ്പിച്ചു അല്ലേ? അതൊരു പുതിയ ഇതാണ് എനിക്ക് ഞാൻ ചെയ്തിട്ട്. ഉപ്പല്ലേ? ഉപ്പ് ഉലുവ. ഉലുവ ഞാൻ വറക്കുമ്പോ ആർക്കാണ് അതിന് ധൈര്യമുള്ള കുറച്ച് ഉപ്പ് നോക്കാൻ? ടേസ്റ്റ് നോക്കാൻ ഞങ്ങൾ രണ്ടുപേരുണ്ട്. എനിക്കും കുറച്ചൊന്ന് തിളച്ചോട്ടെ. ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയിട്ട് കണക്കാണെങ്കിൽ അപ്പം ഉണ്ടാക്കാൻ പോയിക്കൊള്ളാം. അപ്പം ഞാൻ ഉണ്ടാക്കൂല. ഇത് നോക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് അപ്പം ഉണ്ടാക്കി. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യിപ്പിക്കും. നീ പോയി 2 അപ്പം ഉണ്ടാക്കിട്ട് വെച്ചിട്ട് ഉണ്ടാക്കൊണ്ട് വിട്ടെ. അപ്പൊ എനിക്ക് ചേച്ചി ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കിക്കോട്ടെ. ഇത് നീ വിട്ടോ കഴിക്കാനുള്ളതാണ്. നോക്കട്ടെ എനിക്ക്. ഓക്കെ ഓക്കെ. കടയിൽ നിന്ന് വാങ്ങാനല്ല ഉണ്ടാക്കാനാ. ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ആ ടേസ്റ്റ് നോക്കണ ടെക്നിക്ക്. ശരി പോ. ശരി പോയിട്ട് ബൈ. കൊടുത്ത് കുറച്ച് ഒന്ന് തിളയ്ക്കാം. ഒന്ന് ഉപ്പ് നോക്കാൻ കൊടുത്തു. സത്യം പറയട്ടെ, ഇതിങ്ങനെ കണ്ടപ്പോ തന്നെ ആ എണ്ണയൊക്കെ ഇല്ല ഇങ്ങനെ പുറത്തിങ്ങനെ നിവന്നിങ്ങനെ വന്നിട്ട് മതിയാ. പൊളി. നല്ല നല്ല എല്ലാ ഫ്ലേവറും ഇതെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഫുൾ ആയിട്ട് അപ്പം അപ്പം ഉണ്ടാക്കിയിട്ട് വരാം. മീനെടുത്തേ ഇപ്പൊ കളിച്ചല്ലോ. ഓക്കെ ചേച്ചി, ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് വരേ. നമുക്ക് ഈശ്വരമായിട്ട് മീനിടാം. ഇന്ന് നെയ്മീനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഹലോ. മീൻകറി ആയിന്ന് കേട്ടു. ടേസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ നല്ലപോലെ തിളക്കണം. മീനിട്ടത് ഇപ്പഴാ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കഴിഞ്ഞടാ
അത് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അത് മനസ്സിലായി ഏറ്റവും ലാസ്റ്റ് വന്നപ്പോ. അതെ, ചേച്ചിയുടെ ആ മീൻകറി കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് വയ്യ. എടാ അത് ഒന്ന് തളച്ചോട്ടെ. ചേച്ചി ഞങ്ങൾ കുക്കിംഗ് അറിയാത്ത 2 കുക്കിംഗ് ടീമാണ്. ആണോ? അതെ, ഞങ്ങൾ ആദ്യമേ അത് ജാമ്യം എടുത്തിട്ട് ഇവിടെ കെയർ ചെയ്തു. ഏറ്റവും എളുപ്പത്തിൽ എന്തുണ്ടാക്കും. ജാമ്യം എടുത്തിട്ട് വഴക്കുണ്ടാക്കണം. അതവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും. നമുക്കിതൊന്ന് തിളയ്ക്കണം നല്ലപോലെ. നാളെ പാട്ട് പാടി നോക്കട്ടെ. 5 പേർക്കും കൂടി ചേർന്ന് ഏതെങ്കിലും ഒരു ഓളം ഉള്ളൊരു പാട്ട്. ചെമ്പാവു പാനെല്ലിൻ ചോറും നല്ല മുത്താരം മുത്തുന്ന മുല്ലപ്പൂയോ. ഇതാണ് മാത്രം പാട്ടോട്. ഈ ഒരു ശ്രുതി നിങ്ങൾ കേൾക്കേണ്ടതാണ് പ്രശ്നം. ഇനി പാടി. ഇനി പാട്ട് വരികൾ പറഞ്ഞു. ഞാൻ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ നിന്ന് പുക കറന്നെടുത്താൽ. താങ്ക് യു. ഏതായാലും നിങ്ങൾ ഇവിടെ വന്നാലേ ഒരു ശകലം ഉപ്പ് കിട്ടും. ഇതാണ് റിയൽ ബോയ്. ചൂടാ ഞാൻ ഊതിട്ടാ തന്നെ. എന്തൊരു ചൂടാണത്. നല്ല ടേസ്റ്റ്. വേണ്ടേ? ഭയങ്കര ഇഷ്ടമാണ് കുടംപുളി കറി. പ്രത്യേകിച്ച് എനിക്ക് തേങ്ങ അരച്ച കറി. പ്രത്യേകിച്ച് അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അനീഷേ, എന്റെ മീൻകറി ഫുൾ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അത് ചേച്ചി പറഞ്ഞില്ലെങ്കിലും മനസ്സിലാവുന്നുണ്ട്. കാരണം നല്ല മണം. ട്രൈ ചെയ്യുന്നോ? ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരും വിളിക്കാം. നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും വിളിക്കാം പ്ലീസ്. അനീഷേട്ടാ, ഒരു ലോഡ് ആൾക്കാരോട് ഞാൻ വരുന്നുണ്ട്. പക്ഷേ സങ്കടം പറയട്ടെ, നമ്മുടെ അപ്പം നമ്മള് വീടല്ലല്ലോ, അപ്പത്തിന് നോക്കിയപ്പോ അപ്പത്തിന്റെ ബാറ്ററി പൊളിച്ചു പോയി. നമുക്ക് അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഏറ്റവും നല്ലത് മീൻകറിയുടെ ഒപ്പം ബ്രെഡാണ്. നല്ല കോമ്പിനേഷനാണ്. അതെ, ഇപ്പൊ ഉണ്ടാക്കിയ കോമ്പിനേഷൻ ആണോ? എത്ര പ്രാവശ്യം നമ്മൾ ഞങ്ങൾ വീട്ടിൽ കഴിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി. അത് 2022 അച്ഛൻ ജനുവരി 4 പോയതിനു ശേഷം ഞാൻ മീൻകറി വെച്ചിട്ടില്ല. കാരണം അതൊരു ഭയങ്കര ഇമോഷണൽ കാര്യമായിരുന്നു. ഇന്ന് അച്ഛന് വേണ്ടിയിട്ട് വെച്ചതാണ്. കുറെ കാലത്തിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും ഉപ്പ് നോക്കി പുളി നോക്കി. അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയണം. എനിക്ക് ആകെ ഉള്ള കൺസേൺ എന്ന് വെച്ചാൽ ഇത് കുറച്ച് മീൻ ഫ്രോസൺ ആയതുകൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങാൻ കുറച്ച് നേരം എടുക്കും. നാളെ രാവിലത്തേക്കാണ് ഇത്. തലേന്ന് രാത്രി ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക ചേച്ചി, ഇങ്ങനെ ഈ നമ്മൾ പാചകം ചെയ്യുമ്പോഴാണെങ്കിലും ശരി, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ, സ്നേഹത്തോടെ ചെയ്യുമ്പോൾ, സ്നേഹത്തോടെ നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചി അത് മറ്റൊന്ന് തന്നെയാണ്. അത് തലേന്ന് രാത്രി ഞങ്ങൾ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അങ്ങനെ കഴിക്കുന്ന അങ്ങനെ ഉണ്ടാക്കി വെക്കാനാണ് നല്ലത്. അങ്ങനെയാണ് നല്ലത്. ഇതിപ്പോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. വന്ന് നോക്കിയ എല്ലാവരും ഭയങ്കര ഇനി ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ടേസ്റ്റ്. ഞാൻ മാറി, ഇനി നിങ്ങൾ ടേസ്റ്റ്. ഞാൻ മാറി, ഞാൻ ഉണ്ടാക്കി കഴിച്ചു. നിങ്ങൾ ടേസ്റ്റ്. ഞാൻ വിചാരിച്ച അനീഷ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. ഞാൻ നോക്കട്ടെ ആദ്യം. ചൂട് നാക്ക് പൊള്ളല്ലേ, ഊതിയിട്ട് ഇത് മറ്റേ പരസ്യത്തിൽ കളയാൻ. അടിപൊളി. ഇനി എനിക്ക് ബ്രെഡ് കൊടുക്കാം. എല്ലാവർക്കും ഇനി ഉപയോഗിച്ച് കൊടുത്തേ. സത്യം ഒന്നും പറയാനില്ല. ടേസ്റ്റ്. ഇത് ഞാൻ ഇന്ന് ഏറ്റവും സ്നേഹത്തോടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ അച്ഛന് ഇഷ്ടമുണ്ടായിരുന്ന കുടംപുളി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും. അച്ഛന് പ്രിയപ്പെട്ട ഈ വിഭവം ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഷോ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആരംഭം കുറിച്ചത് ഈ മനോഹരമായ വിഭവം കൊണ്ട്, ഈ രുചികരമായ വിഭവം കൊണ്ട് തന്നെയാണെന്നുള്ളത് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഇനിയുള്ള യാത്രയിൽ, ഇനി വരുന്ന എപ്പിസോഡിൽ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിക്കുന്ന പ്രാർത്ഥനയോടെ ചേച്ചിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളൊപ്പം ഉണ്ടാകണമെന്നാണ്. സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഇപ്രാവശ്യത്തെ സീസൺ ഹിറ്റ് ആവട്ടെ.